Hi, hello. The topic community health nursing unit 3 ആണ് പോസ്റ്റ് സം OT/NET ബയോമെഡിക്കലിന്റെ. So question start ചെയ്യാം. Question number 1, diphtheria toxins mainly affects. Diphtheria എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. അത് മെയിൻലി ഹാർട്ടും നെർവ്സിനെയാണ് ബാധിക്കുന്നത്. ഓക്കെ, മയക്കാര്യത്തിലെ നെർവ്സിനെ ബാധിക്കുന്ന ആൻസർ ബി ആണ്. പ്രൈമറി സൈറ്റ് ഓഫ് ഡിഫ്തീരിയ ഇൻഫെക്ഷൻ. ഡിഫ്തീരിയ ഇൻഫെക്ഷൻ ബേസിക്കലി നമ്മുടെ ത്രോട്ടിലാണ് വരുന്നത്. ത്രോട്ടും ത്രോട്ടിൻ്റെ തൊട്ട് താഴെയുള്ള എയർവേ ഭാഗത്തൊക്കെ, തൊട്ട് ബാക്കിലുള്ള എയർവേ ഭാഗത്തൊക്കെ ഇൻഫെക്ഷൻ വരും. അപ്പോൾ ആൻസർ ബി ആണ്. മീസിൽസ് വൈറസ് ബിലോങ്സ് ടു പാരാമിക്സോ വൈറസ് എന്ന ഗ്രൂപ്പാണ്. വൈറസിന് പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് പാരാമിക്സോ വൈറസ് ഗ്രൂപ്പാണ്. അപ്പോൾ അതിൽ വരുന്നതാണ് മീസിൽസ് എന്ന് പറയുന്നത്. ക്ലാസിക്കൽ സൈൻ ഓഫ് മീസിൽസ്. മീസിൽസിൽ ക്ലാസിക്കലായിട്ടുള്ളത് ഇങ്ങനെ സ്പോട്സ് വരും, വാക്കകത്തൊക്കെ സ്പോട്സ് വരും. അതിന് പറയുന്നത് കോപ്ലിക് സ്പോട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ടിപ്പിക്കൽ സൈനാണ് മീസിൽസിൻ്റെ. പെർട്ടൂസിസ് ബാക്ടീരിയ ആൻസറിൽ തന്നെ ഉണ്ടത്. ബോട്ടട്ടില്ല പെർട്ടൂസിസ് എന്നാണ്. അതിന് ഭയങ്കര ചുമയുള്ള ഒരു അസുഖമാണ്. ഭയങ്കര ചുമച്ച് കഴിയുമ്പോൾ ശ്വാസം പെട്ടെന്ന് അകത്തേക്ക് വലിക്കുന്നൊരു സൗണ്ട് കേൾക്കാം. അതുകൊണ്ട് അതിന് പേര് വരുന്നത് വൂപ്പിംഗ് കഫ് എന്ന് പറയും. ഭയങ്കര ചുമച്ചിട്ട് ചുമ കൂടി ചുമന്ന രക്തത്തിൽ പെട്ടെന്ന് ശ്വാസം അകത്തേക്ക് വലിക്കുന്ന ഒരു സൗണ്ട് കേൾക്കും. അതാണ് വൂപ്പിംഗ് കഫ്. ആൻസർ എ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാരക്ടറിസ്റ്റിക് സൗണ്ട് ഇൻ പെർട്ടൂസിസ് ഈസ് വൂപ്പ്. പെട്ടെന്ന് ശ്വാസം അകത്തേക്ക് വലിക്കുന്ന ഒരു സൗണ്ട് കേൾക്കാം. ഒരുപാട് ചുമച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് വൂപ്പ് എന്ന് പറയും. ആൻസർ ബി ആണ്. ചിക്കൻ പോക്സ് ലീഷൻസ്. ചിക്കൻ പോക്സ് ലീഷൻ സ്കിൻ്റെ പുറത്ത് വരുന്ന അടയാളങ്ങളാണ് ചിക്കൻ പോക്സ് ലീഷൻസ്. ലീഷൻസ് ഒരുപാട് ടൈപ്പ് ഉണ്ട്. നോഡ്യൂൾസ് എന്ന് വെച്ചാൽ ഇങ്ങനെ തടിച്ചിരിക്കും. നമുക്ക് തൊടുമ്പോൾ നമുക്ക് ഉള്ളിലിങ്ങനെ ഒരു മുഴ പോലെ തോന്നുന്നത് നോഡ്യൂൾസ് എന്ന് പറയുന്നത്. അൾസർ എന്ന് തൊലി പൊട്ടി മുറിവായിട്ട് വ്രണമായിട്ടിരിക്കുന്ന അൾസർ. പ്ലേഗ് എന്ന് വെച്ചാൽ തൊലിയിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒരുപാട് ഏരിയ കവർ ചെയ്ത് ഇങ്ങനെ തടിച്ചിരിക്കുന്ന പ്ലേഗ് എന്ന് പറയും. വെസിക്കിളാണ് തൊലിക്കകത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന ചില ലീഷൻസ് ഉണ്ട്. അങ്ങനെ വെസിക്കിൾസ് ആണ്. ചിക്കൻ പോക്സ് ലീഷൻ വെസിക്കിൾസ് ആണ്. ആൻസർ ബി ആണ്. ചിക്കൻ പോക്സ് ട്രാൻസ്മിഷൻ അങ്ങനെ ട്രാൻസ്മിറ്റ് ആവുന്നത് നമ്മൾ ഈ വെസിക്കിൾസ് ഇത് പൊട്ടിയിട്ട് ഇത് ഡ്രൈ ആയിട്ട് ഇതിനകത്തുള്ള വൈറസ് എയറിൽ കൂടെ സ്പ്രെഡ് ചെയ്തിട്ടാണ് അതായത് ശരീരത്തിൽ കയറുന്നത്. ഓക്കെ, ആൻസർ ടി ആണ്. എയർബോൺ. മംസ് എന്ന് പറയുന്ന ഒരു വൈറസ് ഇൻഫെക്ഷനാണ്. അത് സാധാരണ ബാധിക്കുന്നത് നമ്മുടെ നെർവ്സിനെയും നമ്മളുടെ ടെസ്റ്റിസ് ആണ് ബാധിക്കുന്നത്. ടെസ്റ്റിസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ ബി ആണ്. ഓർക്കൈറ്റിസ് ആണ്. മംസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് അതും ഡ്രോപ്ലെറ്റ്സ് വഴിയാണ് സ്പ്രെഡ് ആവുന്നത്. എയറിൽ കൂടെയാണ് സ്പ്രെഡ് ആവുന്നത്. ആൻസർ ബി ആണ്. ഇൻഫ്ലുവൻസ വൈറസ്. ഇൻഫ്ലുവൻസ വൈറസ് എന്ന് വെച്ചാൽ ബേസിക്കലി ഒരു RNA വൈറസ് ആണ്. വൈറസ് ബേസിക്കലി 2 ടൈപ്പുണ്ട്, DNA, RNA. ഇൻഫ്ലുവൻസ വൈറസ്, RNA വൈറസ്. ആൻസർ ബി ആണ്. ഇൻഫ്ലുവൻസ പ്രിവെൻഷൻ. പ്രിവെൻഷൻ ഏറ്റവും നല്ലത് വാക്സിൻ തന്നെയാണ്. അതിൻ്റെ ആൻസർ ബി ആണ്, വാക്സിൻ. ടൈഫോയിഡ് ഇൻക്യുബേഷൻ പീരിയഡ്. ടൈഫോയിഡിൻ്റെ ബാക്ടീരിയ എന്ന് പറയുന്നത് സൽമണല്ല ടൈഫി ആണ്. ആ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കയറുന്ന വെള്ളം വഴി, ഫുഡ് വഴി കയറുന്ന ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അത് സാധാരണ 1 ആഴ്ച 2 ആഴ്ചക്കകം അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ആൻസർ ബി ആണ്. 10 to 14 days ആണ്. ടൈഫോയിഡിൻ്റെ കോംപ്ലിക്കേഷൻ എന്താണ്? ടൈഫോയിഡിൻ്റെ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റസ്റ്റൈനിലുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്, നമ്മുടെ പേഴ്സ് പാച്ചസ് എന്ന് പറയും. അത് ലിംഫാറ്റിക് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ട്രക്ചറാണ്. അതിന് പേഴ്സ് പാച്ചസ് എന്ന് പറയും. അവിടെ കയറിയിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കിയിട്ട് ഇൻറ്റസ്റ്റൈനിൽ ചിലപ്പം പൊട്ടിയിട്ട് അതിനകത്ത് പെർഫറേഷൻ വരാം. അപ്പോൾ അതിനൊരു കോംപ്ലിക്കേഷനാണ് ഇൻറ്റസ്റ്റൈനൽ പെർഫറേഷൻ. പാരടൈഫോയിഡ് നാച്ചുറലി ആൻസർ തന്നെ അതിൻ്റെ ക്ലൂ ഉണ്ട്. സാൽമണല്ല പാരടൈഫി. ടൈഫോയിഡും പാരടൈഫോയിഡും ഒരേ ഗ്രൂപ്പിൽ പെടുന്ന ഓർഗാനിസംസ് ആണ്. ആൻസർ എ ആണ്. ടൈഫസ്. ടൈഫസ് എന്ന് പറയുന്നത് വേറൊരു ഗ്രൂപ്പ് ഓഫ് ഇൻഫെക്ഷൻ ആണ്. അതിൻ്റെ വെക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തുള്ള ഒരു ചെള്ളു പോലത്തെ ഒരു സാധനമാണ്. അതിന് പറയുന്നത് ലൈസ് എന്ന് പറയും, അല്ലെങ്കിൽ ലൗസ് എന്ന് പറയും. അപ്പം ഇതിനകത്ത് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ദി പോസിറ്റീവ് ഓർഗൻസിന് റിക്കറ്റ്സിയ പ്രൊവാസ്കി അതിൻ്റെ ഓർഗൻസിൻ്റെ പേരാണ്. ഇത് ലൗസ് അല്ലെങ്കിൽ ലൈസ്. ലൈസ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ആണ്, ലൗസ് സിംഗിൾ ആണ്.
ലൗസ് നമ്മളുടെ ഇൻഫെക്റ്റഡ് ഒരാളുടെ ചോര കുടിക്കുമ്പോൾ അതിനകത്ത് ഈ റിക്കറ്റ്സ് എൻ്റെ ശരീരത്തിൽ കയറി കഴിഞ്ഞിട്ട് വേറൊരാളുടെ ശരീരത്തിൽ പോകുമ്പോൾ ഇതിൻ്റെ വേസ്റ്റ് അവിടെ സ്കിന്നിൽ വീഴുമ്പോൾ നമ്മൾ ചൊറിയുകയാണെങ്കിൽ നമ്മൾ സ്കിന്നിൽ കൂടെ ഈ ട്രാൻസ്മിഷൻ നടക്കുക. സ്കിന്നിൽ കൂടെ കയറി ചൊറിയുമ്പോൾ സ്കിൻ പൊട്ടുമ്പോൾ സ്കിന്നകത്തൂടെ ഇത് കയറി അടുത്ത ആളുടെ ശരീരത്തിലേക്ക് കയറുകയാണ്. അതാണ് എൻ്റെ മെത്തേഡ്. ഒരു ആൻസർ ബി ആണ്, ലൈസ് അല്ലെങ്കിൽ ലൗസ്. ലൈസ് പ്ലൂറലും ലൗസ് സിംഗുലറുമാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 17. ഡിസെൻട്രി മീൻസ് ലൂസ് മോഷൻ ഉണ്ടാക്കുന്ന ഓർഗാനിസമാണ്. അത് ആൻസർ ഷിഗല്ലയാണ്. ബാക്ടീരിയൽ ഡിസെൻട്രി പല കാരണങ്ങളും ഉണ്ടാകും. അതിൽ കോമൺ ആയിട്ടുള്ള ഒരു ബാക്ടീരിയയാണ് ഷിഗല്ല. ഡിസെൻട്രിയുടെ സിംറ്റം എന്താണ്? ബ്ലഡി സ്റ്റൂൾ ഭയങ്കരമായിട്ട് ലൂസ് മോഷൻ ഉണ്ടാവും. ലൂസ് മോഷൻ ഉണ്ടായിട്ട് അതിനകത്ത് ബ്ലഡ് വരെ കാണാൻ സാധ്യതയുണ്ട്. ബ്ലഡ് മ്യൂക്കസും കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡിസെൻട്രി സിംറ്റം ബ്ലഡി സ്റ്റൂൾ. ആൻസർ ബി ആണ്. ഫുഡ് പോയ്സണിങ് ഒരുപാട് കോസ് ഉണ്ട്. ഇതിനകത്ത് പറഞ്ഞ ഓപ്ഷനിൽ കോമൺ ആയിട്ട് കോസ് ടോക്സിൻ ആണ്. ബാക്ടീരിയ ഉണ്ടാക്കുന്ന ടോക്സിൻസ് ആണ് ഫുഡ് പോയ്സണിങ് ഉണ്ടാക്കുന്നത്. ബാക്ടീരിയ ഫുഡിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഫുഡ് കുറേ സമയം പുറത്തിരുന്നാൽ ബാക്ടീരിയനകത്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബാക്ടീരിയ ഉണ്ടാക്കുന്ന ചില കെമിക്കൽസ് ഉണ്ട്. അതിന് പറയുന്നത് ടോക്സിൻസ് എന്ന് പറയും. അത് ആൻസർ എ ആണ്. കോളറ സ്റ്റൂൾ ടൈപ്പ്. കോളറയുടെ സ്റ്റൂൾ എങ്ങനെയാണ്? കോളറ ഉള്ള ആളിന് വയറിളക്കം ഉണ്ടാവും, ലൂസ് മോഷൻ ഉണ്ടാവും. ലൂസ് മോഷൻ ആകുമ്പോൾ അത് കഞ്ഞിവെള്ളം പോലത്തെ ഒരു സ്റ്റൂളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് പറയുന്നത് റൈസ് വാട്ടർ സ്റ്റൂൾ എന്ന് പറയും. ആൻസർ ബി ആണ്. കോളറ ഡീഹൈഡ്രേഷൻ. കോളറ ഒരുപാട് ലൂസ് മോഷൻ ഉണ്ടാക്കുന്ന ഒരു ഇൻഫെക്ഷനാണ്. അപ്പം അതുകൊണ്ട് ഡീഹൈഡ്രേഷൻ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ആൻസർ ബി ആണ്, 5. പ്ലേഗ് വെക്ടർ എന്ന് പറയുന്നത് എലി വഴി സ്പ്രെഡ് ആവുന്ന ഒരു സൈസ് അസുഖമാണ്. അത് സ്പ്രെഡ് ആക്കുന്നത് എലിയുടെ പുറത്തുള്ള ഒരു ചെള്ളു പോലത്തെ ഇതുണ്ട്. അതിന് ഫ്ലീ എന്ന് പറയും, റാറ്റ് ഫ്ലീസ് എന്ന് പറയും. ആൻസർ എ ആണ്, ഫ്ലീ. ലിംഫ് നോഡ്. പ്ലേഗ് വരുമ്പോൾ ഇൻഫെക്ഷൻ വന്നിട്ട് നമ്മുടെ ലിംഫ് നോഡ്സിനകത്ത് സ്വെല്ലിംഗ് ഉണ്ടാവും. അതിൻ്റെ പറയുന്നത് ബ്യൂവ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പ്ലേഗിൻ്റെ പേര് ബ്യൂവോണിക് പ്ലേഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ ബി ആണ്. ടെറ്റനസ് ടോക്സിൻ. ടെറ്റനസ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ടാകുന്ന ഇൻഫെക്ഷനാണ്. ആ ഇൻഫെക്ഷൻ വന്നു ആ ബാക്ടീരിയ ഉണ്ടാകുന്ന ടോക്സിൻ നമ്മൾ സ്പ്രെഡ് ആവുന്നത് നെർവസ് സിസ്റ്റം വഴിയാണ്. അത് പറയുന്നത് ന്യൂറോ ടോക്സിൻ. ആൻസർ എ ആണ്. ടെറ്റനസ് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ടെറ്റനസ് ഉണ്ടാവും, എന്നാൽ നെർവിനെ ബാധിച്ചിട്ട് അത് മസിലിനെ ബാധിക്കും. അങ്ങനെ മസിലിന് അതിൻ്റെ റിജിറ്റ് ആവും, എന്നിട്ട് ടൈറ്റ് ആവും, മസിൽ അനക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതിന് മസിൽ റിജിഡിറ്റി. അതിൻ്റെ ആൻസർ ബി ആണ്. മലേറിയൽ പാരസൈറ്റ്. മലേറിയ ഉണ്ടാക്കുന്ന ഓർഗാനിസത്തിൻ്റെ പേര് ജീനസ് ആണ്. ഒരു ഓർഗാനിസം 2 പേരുണ്ടാവും, ജീനസും സ്പീഷീസും. ആദ്യത്തെ പേര് ജീനസും, രണ്ടാമത്തെ പേര് സ്പീഷീസും. അപ്പം മലേറിയ പാരസൈറ്റിൻ്റെ ഓർഗാനിസം പേര് പ്ലാസ്മോഡിയം വൈവാക്സ് ആണ്. അപ്പം പ്ലാസ്മോഡിയം ജീനസും വൈവാക്സ് സ്പീഷീസുമാണ്. ഓക്കെ, അതൊരു പ്രോട്ടോസോമാണ്. ആൻസർ എ ആണ്. മലേറിയ ഫീവറിൻ്റെ പ്രത്യേകത എന്താണ്? മലേറിയ ഫീവർ വന്നും പോയി നിൽക്കുന്ന ഫീവറാണ്. അതിൻ്റെ ഇൻഫെക്ഷൻ ബ്ലഡിലേക്ക് വരുമ്പോൾ പനി ഭയങ്കരമായിട്ട് വരും, പിന്നെ ബ്ലഡിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പനി കുറേ. അങ്ങനെയാണ്. അപ്പോൾ ഈ ഫീവർ എന്ന് പറയുന്നത് വന്നും പോയി നിൽക്കുന്ന പനിയുടെ ആൻസർ ബി ആണ്, ഇൻ്റർമീഡിയറ്റ് ഫീവറാണ്. ഫീവർ വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വിറയിലും വിയർക്കൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ബി ആണ് ആൻസർ. ഡെങ്കു വരുമ്പം ഡെങ്കു വൈറസ് ഇൻഫെക്ഷനാണ്. അത് നമ്മൾ ബോൺ മാരോണ് ബാധിക്കുന്നത്. ബോൺ മാരോ പ്രൊഡക്ഷൻ കുറയുമ്പോൾ ഏറ്റവും ആദ്യം ബാധിക്കുന്നത് കൗണ്ടാണ്, പ്ലേറ്റ്ലെറ്റ് കൗണ്ടാണ് ഏറ്റവും അധികം ബാധിക്കുന്നത്. അപ്പം പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയും. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നതിന് നമ്മൾ ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയും. അപ്പോൾ ആൻസർ ബി ആണ്, ഡിക്രീസ്ഡ്. ഡെങ്കുവിന് വേറൊരു പേരുണ്ട്. ബോൺസിനെ ബാധിക്കുന്നുണ്ട്. നമ്മൾ സിവിയറായിട്ട് ബോഡി പെയിൻ, ജോയിൻറ്റ് പെയിൻ ഒക്കെ വരും, എല്ലുകളിലൊക്കെ വേദന വരും. അതുപോലെ ബ്രേക്ക് ബോൺ ഫീവർ എന്ന് പറയാറുണ്ട്. ആൻസർ ബി ആണ്. HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, അത് ഏത് സെല്ലിനെ ടാർഗറ്റ് ചെയ്യുന്നത്? അത് നമ്മുടെ WBCയിൽ
ടി ഹെൽപ്പർ സെല്ലാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ടി ഹെൽപ്പർ സെല്ല് നമുക്ക് CD4 എന്ന CD4 വെച്ചാൽ ക്ലോൺ ഡിഫറൻസിയേഷൻ 4. ഒരു സെല്ലിന് ക്ലോൺ ഗ്രൂപ്പിന് ഒരു ക്ലോൺ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ നമ്പറാണ് CD4 എന്ന് പറയുന്നത്. ക്ലോൺ ഡിഫറൻസിയേഷൻ 4 ആ സെൽസിന് ടാർഗറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇമ്മ്യൂണിറ്റി കുറയും. അപ്പോൾ ആൻസർ ബി ആണ്. HIV എങ്ങനെ സ്പ്രെഡ് ആവുന്നത്? ഇങ്ങനെയാണ് സ്പ്രെഡ് ആകാത്തത്. നോട്ട് ട്രാൻസ്മിറ്റഡ് നോട്ട് ബൈ ബ്ലഡ്, എയർ, സെക്ഷൽ കോൺടാക്ട്. ഇതിനകത്ത് ആൻസർ ബി ആണ്. ബോഡി ഫ്ലൂയിഡ്സും അല്ലെങ്കിൽ നീഡിൽസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോഴൊക്കെയാണ് HIV സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. എയറിൽ കൂടെ സ്പ്രെഡ് ആകത്തില്ല. എയ്ഡ്സ്, അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് HIV ഇൻഫെക്ഷൻ വന്ന് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലാണ് എയ്ഡ്സിലേക്ക് പോകുന്നത്. അപ്പം ആൻസർ ബി ആണ്, അഡ്വാൻസ്ഡ് HIV. ഐസൊലേഷൻ പർപ്പസ്, എന്തിനാണ് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ മാറ്റി നിർത്തുന്നത്? അത് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാതിരിക്കുകയാണ്. ആൻസർ ബി ആണ്. ഡിപ്തീരിയ പ്രിവെൻഷൻ, ആൻസർ ബി, വാക്സിനാണ്. നമ്മളുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് തന്നെ ഡിപ്തീരിയയ്ക്ക് വാക്സിൻ ഉണ്ട്. ആൻസർ എ ആണ്. മീസിൽസ് പ്രിവെൻഷൻ, അഗെയിൻ ആൻസർ ബി ആണ്, വാക്സിനാണ്. MMR വാക്സിനിൽ മീസിൽസ്, മംസ്, റുബെല്ല 3 കമ്പൈൻഡ് ആണ്. പെർട്ടൂസിസ് നേരത്തെ പറഞ്ഞ വൂപ്പിംഗ് കഫാണ്. അതിൻ്റെ ആൻസർ വാക്സിനാണ്. നമ്മൾ DPT, ഡിപ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ് വാക്സിനകത്ത് പെർട്ടൂസിൻ്റെ വാക്സിൻ ഉണ്ട്. ചിക്കൻ പോക്സ് വാക്സിനാണ് നല്ലത്, അല്ലെങ്കിൽ നേരത്തെ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് രണ്ടാമത് വരത്തില്ല. പക്ഷേ ബെസ്റ്റ് ഓപ്ഷൻ വാക്സിനാണ്. ആൻസർ എ ആണ്. മംസ്, അഗെയിൻ MMR വാക്സിനകത്ത് മംസ് ഉണ്ട്. അപ്പോൾ ആൻസർ അഗെയിൻ വാക്സിനാണ്. ഇൻഫ്ലുവൻസ, ഇൻഫ്ലുവൻസയുടെ സിംറ്റംസ് എന്താണ്? ഇൻഫ്ലുവൻസ സിംറ്റം ബേസിക്കലി ഫീവർ ആണ്, ജലദോഷം പോലത്തെ സിംറ്റംസ് ആണ്. അപ്പം ആൻസർ എ ആണ്. ടൈഫോയിഡിൻ്റെ സിംറ്റംസ് എന്താണ്? ടൈഫോയിഡിൽ ഫീവർ വരും, പിന്നെ വേറെ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനകത്തുള്ള ആൻസർ ബി ആണ്, ഫീവർ. കോളറ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യും? കോളറയ്ക്ക് നമ്മൾ ഏറ്റവും നല്ലത് ശുദ്ധമായ വെള്ളവും ആഹാരം, ഫുഡ് ക്ലീൻ ആയിരിക്കണം, വെള്ളം ക്ലീൻ ആയിരിക്കണം, ഹാൻഡ് വാഷിങ് ചെയ്യണം, വേസ്റ്റൊക്കെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യണം, ഹ്യൂമൻ വേസ്റ്റ് ആണെങ്കിൽ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യണം, വേറെ ആളുടെ കോൺടാക്റ്റിൽ അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ ക്ലീൻ ഫുഡ് ആൻഡ് വാട്ടർ, ഫുഡാണ് കോളറ പ്രിവെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹൈജീൻ, വൃത്തി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആൻസർ എ. പ്ലേഗ് നമ്മൾ പറഞ്ഞാൽ എലി കൂടെ സ്പ്രെഡ് ചെയ്യുന്നു. അപ്പം എലിയെ കൺട്രോൾ ചെയ്യുക, എലിയുടെ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്താൽ പ്ലേഗിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആൻസർ എ ആണ്. ടെറ്റനസ് പ്രിവെൻഷൻ, ടെറ്റനസ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യും? വാക്സിനാണ്. TT വാക്സിൻ എടുക്കുന്നത്, ടെറ്റനസ് ടോക്സോയിഡ് വാക്സിൻ എടുക്കുന്നത്, അതങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം. മലേറിയക്ക് നമുക്ക് ബെസ്റ്റ് മെത്തേഡ്, സേഫസ്റ്റ് മെത്തേഡ് മോസ്കിറ്റോ നെറ്റാണ്. അപ്പം അതിനകത്ത് വേറെ വാക്സിനൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ബെസ്റ്റ്, സേഫസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് മെത്തേഡ് മോസ്കിറ്റോ നെറ്റാണ്. ആൻസർ എ ആണ്. ഡെങ്കു, നമുക്ക് കൊതു വഴിയാണ് സ്പ്രെഡ് ആവുന്നത്. അപ്പം ADC aegypti എന്ന് പറഞ്ഞ ഒരു കൊതുവാണ്. അത് പകൽ സമയത്ത് ബൈറ്റ് ചെയ്യുന്നൊരു കൊതുവാണ്. അപ്പോൾ അത് കൊച്ചൊരു വെള്ളക്കെട്ടിലാണ് അതിൻ്റെ സ്പ്രെഡ് ആവുന്നത്. അത് എണ്ണം മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്ന കൊച്ചു കളക്ഷൻസൊക്കെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ കൊതുവിനെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ആൻസർ എ ആണ്, റിമൂവ് വാട്ടർ. HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നല്ല മെത്തേഡ് എന്താണ്? സേഫ് സെക്സ് ആണ്. സേഫ് സെക്സ് എന്ന് പറയുമ്പോൾ കോണ്ടോം യൂസ് ചെയ്യുന്നതായിരിക്കും അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ആൻസർ എ ആണ്. ORS is used in ഓവർ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ശരീരത്തിൽ ഒരുപാട് വെള്ളം നഷ്ടപ്പെടുമ്പോൾ യൂസ് ചെയ്യുന്നു. അതിൽ ആൻസർ എ ആണ്. കോളറയിലാണ്, കോളറ വരുമ്പോഴാണ് നമുക്ക് ലൂസ് മോഷൻ വരുന്നതും ഡീഹൈഡ്രേഷൻ വരുന്നതും. ആൻസർ എ ആണ്. വെക്ടർ ബോൺ ഡിസീസ്, വെക്ടർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഓർഗാനിസം വഴി അസുഖം സ്പ്രെഡ് ചെയ്യുന്നു. അപ്പം ഇതിനകത്ത് ആൻസർ എ ആണ്. കാരണം മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത് കൊതുക് വഴിയാണ്. അപ്പം കൊതുവാണ് ഇതിൻ്റെ വെക്ടർ. അപ്പോൾ ആൻസർ എ ആണ്. എയർ ബോൺ ഡിസീസ്, എയറിൽ കൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖം ഏതാണ്? ഒരാൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ സ്പ്രെഡ് ചെയ്യുന്ന അസുഖമാണ് TB. അപ്പോൾ ഇതിനകത്ത് ആൻസർ എ ആണ്. മലേറിയ സ്പ്രെഡ് ചെയ്യുന്ന കൊതുക് വഴിയും, ഡെങ്കു സ്പ്രെഡ് ചെയ്യുന്ന കൊതുക് വഴിയും, ടൈഫോയിഡ് വെള്ളത്തിൽ കൂടെ സ്പ്രെഡ് ചെയ്യുന്നു. ഓക്കെ,
വാട്ടർ ബോൺ ഡിസീസ് വെള്ളത്തിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസാണ്. ഇതിനകത്ത് ആൻസർ കോളറയാണ്. വെള്ളം ക്ലീൻ അല്ലെങ്കിൽ ഗ്യാസ് വരാം. ആൻസർ എ ആണ്. ഇനി ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൽ നോക്കിയിട്ട് ഇതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്തുക. എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.